Hi guys. So far നിങ്ങൾ HTML ചാപ്റ്റർ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് ഹൗ ടു ആഡ് സം ടെക്സ്റ്റ് ഡെക്കറേഷൻ യൂസിങ് HTML ടാഗ്. ഒബ്വിയസ്ലി നമ്മളിത് CSS ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ബട്ട് അതിൽ ടെക്സ്റ്റ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ടെക്സ്റ്റിന് എങ്ങനെ കുറച്ച് ഡെക്കറേഷൻസ് കൊടുക്കാമെന്ന് നോക്കാം. ഫോർ ദാറ്റ് ഞാനിവിടെ decoration.html എന്നൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ പാരഗ്രാഫിലുള്ള കണ്ടൻറ്റ് കോപ്പി ചെയ്യുന്നു. ഓക്കെ, ബോഡിയിലെ കണ്ടൻറ്റ് റിമൂവ് ചെയ്തു ആസ് യൂഷ്വൽ. ഞാനിവിടെ ഒരു പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യാണ്. This word is emphasized. ഇതാണ് ഞാൻ കൊടുത്തത്. എനിക്ക് ഈ ഒരു വേർഡിന് എംഫസൈസ് ചെയ്യണം. ഇതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടാഗാണ് EM. സോ ഞാൻ ഈ വേർഡിന് EM ടാഗിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾക്ക് വെബ് പേജിൽ കാണാൻ പറ്റും ഈ വേർഡ് എംഫസൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. Anyways, decoration is going to change from one browser to another browser. സോ ഞാനിവിടെ ഗൂഗിൾ ക്രോം ആണ് എൻ്റെ ബ്രൗസർ ആയിട്ട് യൂസ് ചെയ്തത്. സോ നിങ്ങൾ വേറെ ബ്രൗസറാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഡെക്കറേഷൻ മാറാം. ഓക്കെ, ഇനി ഞങ്ങൾക്ക് വേറെ കുറച്ച് ഡെക്കറേഷൻസ് കാണിച്ചു തരാം. ഫസ്റ്റ് എങ്ങനെ നമുക്ക് ലെറ്റേഴ്സിനെ ബോൾഡാക്കാം. സോ ബോൾഡാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടാഗാണ് സ്ട്രോങ്. ഞാനിവിടെ വേർഡ് ടൈപ്പ് ചെയ്യണു. ഓക്കെ, നിങ്ങൾക്ക് കാണാം. ഒരു ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടി ഞാനൊരു പാരഗ്രാഫിനുള്ളിൽ കൊടുക്കുന്നു. ദിസ് ഈസ് എ വേർഡ്. സോ നിങ്ങൾക്ക് കാണാം വേർഡ് ബോൾഡായിട്ടുണ്ട്. നൗ നെക്സ്റ്റ് വൺ ഇറ്റാലിക്സ്. നമുക്ക് ഒരു വേർഡിനെ ഇറ്റാലിക്സിലോട്ട് മാറ്റാൻ ഏത് ടാഗാണ് യൂസ് ചെയ്യേണ്ടത്? I tag is used to convert italics. ഇതു ഓക്കെ, ദിസ് വേർഡ് നിങ്ങൾക്ക് കാണാം ഇറ്റാലിക്സിലോട്ടേക്ക് മാറിയിട്ടുണ്ട്. ഇനി ക്രോസ്ഡ് ഔട്ട് ചെയ്യുക എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്ട്രൈക്ക്. ദിസ് ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ വേർഡ് ഇപ്പോൾ ക്രോസ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോർമലി കെമിസ്ട്രി ഒക്കെ ഡീൽ ചെയ്യുമ്പോൾ ഇക്വേഷൻസ് കാണാം. സോ അതിൽ CO2, O2, സോ അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഫോർ എക്സാമ്പിൾ ഐ ആം ടൈപ്പിംഗ്. സോ CO2ൻ്റെ കറക്റ്റ് ഫോമിൽ അല്ല ഇവിടെ വരുന്നത്. സോ നമുക്ക് ഈ ഓൻ്റെ താഴെയായിട്ടാണ് 2 കിടക്കേണ്ടത്. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സബ്. സോ CO കഴിഞ്ഞിട്ട് സബ് ടാഗ് കൊടുക്കുക 2. ഇപ്പം നിങ്ങൾക്ക് കാണാം CO2യുടെ കറക്റ്റ് സിൻടാക്സിലാണ് വന്നിട്ടുള്ളത്. നൗ നമുക്ക് സ്ക്വയർ ഓർ റൈസ് ടു ദ പവർ എത്രയെങ്കിലും നമുക്ക് ആഡ് ചെയ്യണം. സോ ഞാനിവിടെ എക്സ് സ്ക്വയർ ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് SUP. സോ എക്സ് SUP 2. സോ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ പവർ, എത്രതിൻ്റെ പവറാണോ വേണ്ടത് ആ ഒരു രീതിയിൽ എഴുതാം. സോ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സം ഡെക്കറേഷൻസ് ആണിത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് CSS ചാപ്റ്ററിൽ നോക്കാം.